നിനക്ക് പെരുമാടൻ ആരാന്നറിയോടാ ഷാജിബ? എല്ലാരെയും വഴിതെറ്റിച്ചു വിടുന്ന ഭയങ്കരനാ. ഒരു ദിവസം ഒരു തിരുമേനി അവനെ പിടിച്ചു കെട്ടാൻ തീരുമാനിച്ചു. കാട്ടിൽ കൂടെ ഒരു കൊട്ടയും തലയെ വെച്ച തിരുമേനിയുടെ പോക്ക്. മാടനെ കിട്ടിയ കൊട്ടയെ ചോന്നുകൊണ്ട് പോകാമല്ലോ. നല്ല ഭംഗിയുള്ള കാട്ടിക്കൂടിയാ പോകും. കുറേ ദൂരം ചെന്നപ്പോ വഴിയിലൊരു പന്ത് കിടക്കുന്നു. തിരുമേനി എടുത്ത് കൊട്ടയിലിട്ടു. കുറേ ദൂരം ചെന്നപ്പോ കൊട്ടയിലൊരനക്കം. കൊട്ടയ്ക്കകത്ത് പന്ത് പോലെ ചുരുണ്ടിരുന്നൊരു ഈനാമ്പേച്ച് പറഞ്ഞു, തിരുമേനി പയ്യപ്പോ പയ്യപ്പോ. തിരുമേനി പയ്യപ്പോയി. അപ്പൊ ഈനാമ്പേച്ച് പറഞ്ഞു, തിരുമേനി ഈ വഴി പോയി. തിരുമേനി ഈ വഴി പോയി. അപ്പൊ ഈനാമ്പേച്ച് പറയാ, തിരുമേനി ആ വഴി പോയി. തിരുമേനി ആ വഴി പോയി. അങ്ങനെ അങ്ങനെ തിരുമേനി ഇപ്പോഴും കണ്ട വഴിയെല്ലാം പോയിക്കൊണ്ടിരിക്കുക. തലയിലിരിക്കുന്നത് മാടനാന്ന് തിരുമേനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഭീകരഭൂതമതേ കാതം നീറ്റണു തീയത് നീട്ടിടുകാതരമേ കരിയേറിയ കുമ്പുനമുള്ളിൽ നീറണ കേളികളാടിയവൻ കരിവേലകൾ കുത്തിയ നെഞ്ചിലെ മുറിവിൽ നീറ്റണു കാലനവൻ കരിയമ്പിനും അമ്പരമമ്പിളിവേരിലും അമ്പരമേട്ടിലുമേന്തണതെന്തിത് പുകയിത് പടരണു കരികരമുടയണു തുടയിലെ പിടിവള്ളി പൊടിയണ തുടങ്ങിത് ചെറുപ്പമും ചൂരും കെട്ടിട്ടോടും നേരം തീരം കാണാൻ ആടിത്താടി താളം തെറ്റിക്കേളം തീരം തീയിൽ തീരുന്നോ തലയിലിരിക്കുന്നത് മാടനാന്ന് തിരുമേനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല.
തിരുമേനി യാത്രയിൽ കണ്ട മാടൻ വാസ്തവത്തിൽ ലഹരി എന്ന വിനാശത്തിൻ്റെ പ്രതീകമാണ്. ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ അമർന്നാൽ സ്നേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വിലമതിക്കാനാവാത്ത ബന്ധങ്ങൾ ഒന്നൊന്നായി നമുക്ക് നഷ്ടമാകും. ഇതിലെ തിരുമേനിയെ നമുക്ക് ചുറ്റും കാണാം, ചിലപ്പോൾ നമ്മളിലും കണ്ടേക്കാം. ആത്മപരിശോധനയുടെയും തിരിച്ചറിവിൻ്റെയും വെളിച്ചത്തിൽ തിരുമേനി ലഹരി എന്ന മാടനെ എന്നേക്കുമായി ഉപേക്ഷിച്ചു. ആ നിമിഷം നഷ്ടപ്രതാപങ്ങൾ തിരികെ വന്നു ചേർന്നു. ലഹരിയെ വർജിക്കുകയും സ്നേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഊഷ്മളതയിൽ അഭയം കണ്ടെത്തുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം കുടുംബ ബന്ധങ്ങളിലാണ്, ലഹരിയിലല്ല. ലഹരിക്ക് അടിമപ്പെടാതെ ജീവിതത്തെ സുന്ദരമാക്കൂ. മനോഹരമായ നല്ലൊരു നാട് സൃഷ്ടിക്കൂ.